നമ്മൾ 2026 ഏപ്രിൽ മാസം 9-ാം തീയതി തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. അടൂർ നിയോജക മണ്ഡലം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഈ കേരള രാഷ്ട്രീയത്തിന്റെ ഭാഗമായും അടൂരിന്റെ തനതായ വികസനത്തെക്കുറിച്ചുമാണ്. ഇടതുപക്ഷത്തിന്റെ CPIയുടെ നിയമസഭാ സാമാജികൻ കഴിഞ്ഞ 15 വർഷക്കാലം അടൂരിന്റെ MLA ആയിരുന്നുകൊണ്ട് ഇപ്പോ പുതിയ ഒരു സ്ഥാനാർത്ഥിയുമായി വന്ന് വികസന തുടർച്ചയ്ക്ക് ഭരണ തുടർച്ചയ്ക്കായി വോട്ട് അഭ്യർത്ഥിക്കുന്നു. നമുക്കൊന്ന് നോക്കാം അടൂരിന്റെ വികസനം എത്രമാത്രം ഉണ്ടായിരുന്നു. അടൂരിൽ നിങ്ങൾ പറയുന്ന, നിങ്ങൾ ചിന്തിക്കുന്ന, നിങ്ങൾ അവകാശപ്പെടുന്ന എന്ത് വികസനമാണ് അടൂരിൽ നടപ്പിലാക്കിയിട്ടുള്ളത്? ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPI ആവശ്യപ്പെടുന്നത് വികസന തുടർച്ചയാണോ അതോ അഴിമതി തുടർച്ചയാണോ? ഇടതുപക്ഷ വ്യതിയാനം സംഭവിക്കുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചും ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ചും ഇന്ന് ഈ നാടിന്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചും അങ്ങേയറ്റം രാഷ്ട്രീയപരമായി അധപ്പതിച്ച ഒരു സാഹചര്യമാണ്. കേരളത്തിന്റെ സംരക്ഷകരായി സാധാരണക്കാർ കാണുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ആയിരുന്നു. ആ വിശ്വാസത്തിന്റെ ബോധ്യത്തിലായിരിക്കണം ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിലേൽക്കുവാൻ സാധിച്ചതും തുടരുവാൻ സാധിച്ചു. പക്ഷെ ഇന്ന് നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദിവസം കേരളത്തിൽ ഒരു കർഷകൻ CPIയുടെ പാർട്ടി ഓഫീസിൽ ആത്മഹത്യ ചെയ്ത സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അതും വൈക്കം പോലെ CPIയുടെ നിയമസഭാ സാമാജികർ തുടരെ ആ നാടിന്റെ ജനപ്രതിനിധികളായിട്ട് മാറ്റപ്പെടുന്ന ഒരു സ്ഥലത്ത് CPIയുടെ കൃഷി മന്ത്രി ഈ നാട്ടിലെ കാർഷിക വികസന വകുപ്പ് മന്ത്രിയായി ഇരിക്കുന്ന കാലത്ത് കേരളത്തിലെ കർഷകർക്ക് സംരക്ഷണം ഒരുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് CPIയുടെ സംസ്ഥാന നേതൃത്വവും CPIയുടെ വകുപ്പ് മന്ത്രിയും CPIയുടെ വൈക്കത്തെ ജില്ലാ നേതൃത്വവും ബോധ്യപ്പെടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. എന്റെ ചോദ്യം CPIയുടെ സംസ്ഥാന നേതൃത്വത്തോടാണ്. നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയുടെ, നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തോട് നീതി പുലർത്തിക്കൊണ്ട് അഴിമതിക്കെതിരെ നിലപാടെടുക്കുന്നവരായി മാറ്റപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ നാടിനോട് കപട ആദർശത്തിന്റെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് സംസാരിച്ചതൊക്കെയും കാപട്യമായിരുന്നില്ലേ? നിങ്ങൾ അഴിമതിയുടെ അപ്പോസ്തലന്മാരായിരുന്നില്ലേ? നിങ്ങളുടെ ഓരോ വകുപ്പുകളിലേക്കും നമ്മൾ വിരൽ ചൂണ്ടുകയാണ് എങ്കിൽ അഴിമതിയുടെ കറപുരണ്ട ഇടനാഴികളല്ലേ ഓരോരുത്തർക്കും കാണാൻ സാധിക്കുക? കേരള രാഷ്ട്രീയത്തിൽ CPIയും ഇടതുപക്ഷവും മുന്നോട്ട് വയ്ക്കുന്ന അഴിമതിയുടെ കഥകളിലെ ഒരു പരിച്ഛേദം മാത്രമാണ് അടൂർ. അടൂരിന്റെ MLA ആയി കഴിഞ്ഞ 15 വർഷക്കാലം ഈ നാട്ടിലുണ്ടായിരുന്നയാൾ 2016 മെയ് ടു 2021 ഫെബ്രുവരി എന്ന് അച്ചടിച്ചുകൊണ്ട് ഒപ്പം നടന്നവൻ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറക്കിയ പുസ്തകമാണ്. ഇതിൽ 1-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ പദ്ധതികൾ 2-ാം പിണറായി സർക്കാരിന്റെ കാലത്തേക്ക് നീളുന്ന പദ്ധതികൾ ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷം അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴും അവസാനിക്കാത്ത പ്രോജക്റ്റുകൾ. നമുക്ക് ഈ പദ്ധതികളിലേക്കൊന്ന് കടന്നു പോകാം. ഇവിടെ അഴിമതിയാണോ വികസനമാണോ ചർച്ച ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം അടൂരിലെ പ്രിയങ്കരായ വോട്ടർമാരോടാണ്. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടത് വികസനത്തിന്റെ രാഷ്ട്രീയമാണോ അതോ അഴിമതിയുടെ കെടുകാര്യസ്ഥതയാണോ എന്ന് അടൂരിലെ വോട്ടർമാർ തീരുമാനിക്കട്ടെ. ഇതേ പുസ്തകത്തിൽ തന്നെ ഒപ്പം നടന്നവൻ പേജ് നമ്പർ 3. ഈ 3-ാം പേജിൽ കരുതലിന്റെയും വികസനത്തിന്റെയും സ്നേഹപൂർവ്വമുള്ള വാക്കുകൾ പകർന്നു വയ്ക്കുന്ന 2 പേർ. ഒരാൾ CPIയുടെ മുൻ ജില്ലാ സെക്രട്ടറി, ഒരാൾ CPIയുടെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള കഴിഞ്ഞ 15 വർഷക്കാലത്തെ MLA. ഈ 2 പേരുടെയും ഐക്യപ്രഖ്യാപനത്തോടുകൂടിയുള്ള ഈ വാക്കുകൾ ചേർത്ത് പിടിക്കുമ്പോൾ CPIയുടെ മുൻ ജില്ലാ സെക്രട്ടറിക്കെതിരെ കോടികളുടെ അഴിമതിയുടെ തെളിവ് സഹിതം CPIയുടെ സംസ്ഥാന നേതൃത്വത്തിന് ഞാൻ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്കെതിരെ പാർട്ടി നടപടിയെടുത്ത സാഹചര്യത്തിൽ അയാളെ പുറത്തേക്ക് മാറ്റി നിർത്തേണ്ടി വന്ന സാഹചര്യത്തിൽ പിന്നീട് വന്ന ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഇപ്പോഴത്തെ MLA അയാളുടെ പാദസേവകരായി നിന്നുകൊണ്ട് അഴിമതിയുടെ കറപുരണ്ട പാതകങ്ങൾ CPIയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ കസേരയിൽ വെച്ചുകൊണ്ട് ഒരു ഡമ്മിയായി പ്രവർത്തിച്ച ആളല്ലേ CPIയുടെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള കഴിഞ്ഞ 15 വർഷക്കാലത്തെ അടൂരിന്റെ MLA? ഈ CPIയുടെ അഴിമതിക്കാരനായ മുൻ ജില്ലാ സെക്രട്ടറിയുടെ ഒപ്പം നിന്നുകൊണ്ട് എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് തരുവാൻ സാധിക്കില്ല എന്നുള്ള കടുത്ത തീരുമാനമെടുത്ത അഴിമതിക്കാരന്റെ ഒപ്പം സഞ്ചരിച്ച ജില്ലാ സെക്രട്ടറി താങ്കളായിരുന്നില്ലേ? അടൂരിന്റെ കഴിഞ്ഞ 15 വർഷക്കാലം നിങ്ങൾ എന്ത് വികസനം നടത്തിയെന്നാണ് CPIയുടെ അടൂരിന്റെ കഴിഞ്ഞ 15 വർഷക്കാലത്തെ MLAക്ക് അവകാശപ്പെടുവാനുള്ളത്? ഒന്ന് മാത്രം ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് പന്തളം നഗരസഭയിലെ ലൈഫ് ഫ്ളാറ്റിന്റെ രൂപരേഖയും ഏനാത്തെ ലൈഫ് ഫ്ളാറ്റിന്റെ രൂപരേഖയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് 15 കോടിയോളം രൂപയുടെ പദ്ധതിയായിട്ട് നിങ്ങൾ അവതരിപ്പിച്ച ഒപ്പം നടന്നവൻ എന്ന ഈ ബുക്ക്ലെറ്റിലെ ചിത്രങ്ങളാണിത്. ഈ പറയുന്ന പദ്ധതി പ്രകാരം 100ഓളം കുടുംബങ്ങൾക്ക്, കൃത്യമായി പറഞ്ഞാൽ 100 കുടുംബങ്ങൾക്ക് നിങ്ങൾ ഫ്ളാറ്റുകൾ നൽകും എന്നാണ് പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ ഫ്ളാറ്റുകൾ ഒന്നും തന്നെ പണി പൂർത്തീകരിക്കുവാനോ വേണ്ട വിധം സമയോചിതമായി ഇടപെട്ടുകൊണ്ട് പണി വേഗത്തിലാക്കുവാനോ ദ്രുതഗതിയിലാക്കുവാനോ സാധാരണക്കാർക്ക് വീടുകൾ നൽകുവാനോ നിങ്ങൾ ശ്രമിച്ചിരുന്നു. നിങ്ങൾ ആരെ ചേർത്ത് പിടിച്ച രാഷ്ട്രീയമാണ് പറയുന്നത്? നിങ്ങൾ ആരെ സംരക്ഷിച്ച രാഷ്ട്രീയമാണ് പറയുന്നത്? നിങ്ങൾക്ക് ഈ നാടിനോട് എന്ത് കടപ്പാടാണ് ഉള്ളത്? ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടൂരിന്റെ ഏറ്റവും ജനകീയനായിരുന്ന MLA. അദ്ദേഹം തുടങ്ങിവെച്ച നെടുങ്കുന്നുമല ടൂറിസവും പുതിയകാവിൽ ചിറ ടൂറിസവും അദ്ദേഹം തുടങ്ങിവെച്ച് മനോഹരമാക്കിയ ആ പദ്ധതികളിൽ പിന്നീട് അത് തുടരുവാനോ അതിന്റെ മനോഹാരിത നിലനിർത്തുവാനോ അതിനുവേണ്ട ബാക്കി പ്രവർത്തനങ്ങൾ നടത്തുവാനോ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പ്രഖ്യാപനങ്ങളെല്ലാം കേവലം പ്രഖ്യാപനങ്ങളായി അവസാനിച്ചിട്ടില്ലേ? മഹാത്മാഗാന്ധിയുടെ പാദസ്പർശമേറ്റ മണ്ണാണ് അടൂരിന്റേത്. അടൂരിന്റെ ഗാന്ധി സ്മൃതി മണ്ഡപം
പണിതുകൊണ്ടും അടൂരിൽ ഒരു ഗാന്ധി സ്ക്വയർ നിർമ്മിച്ചുകൊണ്ടും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മഹാത്മാഗാന്ധിയുടെ അടയാളപ്പെടുത്തൽ ഈ നാട്ടിൽ സൃഷ്ടിച്ചപ്പോൾ നിങ്ങൾക്ക് അതിന് ഒരു പുനർപ്രവർത്തനമോ പുനരുദ്ധാരണമോ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് നിങ്ങൾ അതെല്ലാം അവിടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിച്ചതല്ലാതെ നിങ്ങൾക്ക് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാനോ തുടങ്ങുവാനോ പൂർത്തീകരിക്കുവാനോ സാധിച്ചിട്ടുണ്ടോ? വീണ്ടും ചോദിക്കുന്നത് നിങ്ങൾക്ക് ആരോടാണ് കണ്ടത്? അടൂർ IHRD എഞ്ചിനീയറിംഗ് കോളേജ്, അടൂർ IHRD അപ്ലൈഡ് സയൻസ് കോളേജ്, അടൂർ UIT കോളേജ്, അടൂർ മണക്കാല ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ്, ഇതെല്ലാം നാടിന് സമർപ്പിച്ചത് UDF ആണ്, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അടൂരിലെ റവന്യൂ ടവറും അടൂരിന്റെ RD ഓഫീസും അടൂരിന്റെ KSRTC സ്റ്റാൻഡും ഉൾപ്പെടെ അടൂരിനായിട്ട് പറയാൻ സാധിക്കുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഈ നാടിനായിട്ട് സമർപ്പിച്ചത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടൂരിനെ കുറിച്ച് കണ്ട അനേകം സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു അടൂർ ബൈപ്പാസ്. അത് ഏറ്റവും കൂടുതൽ ഗതാഗത സൗകര്യത്തോടുകൂടി ഇന്ന് നമ്മൾ അടൂരുകാർ ഉപയോഗിക്കുമ്പോൾ, ഫുട്പാസായി മാറ്റപ്പെടുമ്പോൾ, നമ്മളുടെ സൗഹൃദ ഇടങ്ങളായി മാറ്റപ്പെടുമ്പോൾ ആ അടൂർ ബൈപ്പാസിന് ഒരു റിംഗ് റോഡ് സ്ഥാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് 20 കോടി രൂപ, 30 കോടി രൂപ, 50 കോടി രൂപ എന്ന് ലേലം വിളിക്കുന്ന രീതിയിൽ ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന താങ്കൾ ശ്രീ ചിറ്റയം ഗോപകുമാർ അടൂരിന്റെ ബൈപ്പാസിന് വേണ്ടിയിട്ടുള്ള റിംഗ് റോഡിന് എന്ത് ചെയ്തു? ചരിത്രത്തിൽ മണ്ണടിയുടെ സ്ഥാനം നമുക്ക് നിഷേധിക്കാൻ സാധിക്കാത്തതാണ്. വേലുത്തമ്പി ദളവയുടെ സ്മരണാർത്ഥം ഇന്നും ചരിത്രത്തിന്റെ ഭാഗമായി തല ഉയർത്തി നിൽക്കുന്ന മണ്ണടി. ആ മണ്ണടിയിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിട്ട് വളരെ ധൃതിപ്പെട്ട് ഒരു ചടങ്ങ് നടന്നു. വേലുത്തമ്പി ദളവ സാംസ്കാരിക പഠന ഗവേഷണ കേന്ദ്രം എന്ന് പേര് കൊടുത്തുകൊണ്ട് 2019 ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത ഒരു കെട്ടിടം. ആ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ദിവസം നാട മുറിക്കുന്നത് കഥ കടച്ചിട്ടുണ്ടായിരുന്നു. നാട മുറിച്ചു, കഥകു തുറക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരിടത്തേക്ക് മാറി സംസാരിച്ചു മന്ത്രി തിരികെ പോയി. പക്ഷേ ആ കഥകൾ തുറന്നു കണ്ടപ്പോഴാണ് അവിടെ കെട്ടിടം പണിയുടെ തട്ടടിച്ചു വെച്ചിരുന്ന തട്ടുകളെല്ലാം താഴെ കിടക്കുന്ന കാഴ്ചയായിരുന്നു. അപ്പോൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുകൊണ്ട് ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നു, ഇതൊരു പഠന ഗവേഷണ കേന്ദ്രമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അന്ന് ഉദ്ഘാടനം ചെയ്ത് കടന്നുപോയ ആ 1100 സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടം ഇന്നും അതേപടി ഒരു പുസ്തകം പോലുമില്ലാത്ത പഠന ഗവേഷണ കേന്ദ്രമായിട്ട് അവശേഷിക്കുന്നു. ഇതിനു മുൻപ് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഉദ്ഘാടകനായി അദ്ദേഹത്തെ തീരുമാനിച്ചുകൊണ്ട് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വേലുത്തമ്പി ദളവയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങ് നടത്താൻ തീരുമാനിച്ചു. എന്നാണോ തീരുമാനിച്ചത് ആ ദിവസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടായി. അതിനെ തുടർന്ന് ആ ചടങ്ങ് മാറ്റിവെക്കേണ്ടി വന്നു. എന്നാൽ ഈ 15 വർഷക്കാലം കഴിഞ്ഞിട്ടും ആ ചടങ്ങ് മാറ്റിവെച്ചിട്ടും ഇന്ന് വരെ പ്രതിമ അനാച്ഛാദനം ചെയ്യുവാനോ ആ പ്രതിമയിൽ ആലേഖനം ചെയ്യപ്പെടേണ്ട ഒന്നും അദ്ദേഹത്തെ ജീവിതത്തെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ ചരിത്രത്തെക്കുറിച്ചോ ആ സംഭവത്തെക്കുറിച്ചോ ഒന്നും തന്നെ എഴുതാത്ത വെറും ഒരു പ്രതിമ അവിടെ അവശേഷിക്കുന്നു. ആ പ്രതിമ അനാച്ഛാദനം ചെയ്തില്ലെങ്കിലും ശ്രീ ചിറ്റയം ഗോപകുമാർ കേരളത്തിന്റെ ചരിത്രബോധമുള്ള എല്ലാവർക്കും അത് വേലുത്തമ്പി ദളവയാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ചരിത്രത്തോട് കാട്ടിയ നീതി നിഷേധം ഇന്നും ആരും ഉറക്കെ പറയാൻ തയ്യാറാണ്. അടൂരിന്റെ സാംസ്കാരിക സമുച്ചയം 5 കോടി രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സാംസ്കാരിക സമുച്ചയം അടൂരിന്റെ ഏത് ഭാഗത്തായിട്ടാണ് താങ്കൾ പണിതുയർത്തിയിരിക്കുന്നത്? അടൂരിന്റെ ടൗൺ ഹാൾ പൊളിച്ച് കളഞ്ഞതിന് ശേഷം ആ പൊളിച്ചു മാറ്റപ്പെട്ട ടൗൺ ഹാളിന്റെ സ്ഥാനത്ത് അടൂരിൽ ഒരു ടൗൺ ഹാൾ വന്നിട്ടുണ്ട്. അടൂരിൽ നടപ്പാത സ്ഥാപിക്കും. ആ നടപ്പാത സ്ഥാപിക്കുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും അടൂരിലെ ജനങ്ങൾ നടക്കുവാനായി ആ നടപ്പാത തപ്പി നടക്കുന്നതല്ലാതെ ആ നടപ്പാത ഇന്നുവരെ യാഥാർത്ഥ്യമായിട്ടുണ്ടോ? അടൂരിന് സ്റ്റേഡിയം സ്വന്തമായി കൊണ്ടുവരും. ആ അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയത്തെ കാണാനായി സാധാരണക്കാർ കാത്തിരിക്കുമ്പോൾ അവിടെ ഇന്ന് പശുമേയുന്ന മൈതാനം മാത്രമല്ലേ ബാക്കിയായി. അടൂരിന്റെ മണ്ണിൽ വ്യാവസായിക വിപ്ലവത്തിന്റെ പുതുനാമ്പ് നാട്ടിയത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്ക് അടൂരിൽ ഇളമണ്ണൂരിൽ സ്ഥാപിച്ച് മികച്ച രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് വരുമ്പോൾ കോടികളുടെ വസ്തു വിലക്കെടുത്തുകൊണ്ട് അടൂരിൽ വ്യാവസായിക വിപ്ലവം തുടരുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും അവകാശപ്പെട്ടുകൊണ്ടും ശ്രീ ചിറ്റയം ഗോപകുമാർ അവകാശപ്പെട്ട ഭൂമി ഇന്നും വ്യവഹാരങ്ങളിൽ കുടുങ്ങി മൃഗങ്ങൾ മേയുന്ന സാഹചര്യത്തിലല്ലേ നിലനിൽക്കുന്നത്. അടൂരിൽ വ്യാവസായിക വകുപ്പിന്റെ കീഴിൽ 2 ഏക്കർ സ്ഥലവും ഒരു കെട്ടിടവും അവശേഷിച്ചിട്ടും അവിടെ ഒരാൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പദ്ധതി കൊണ്ടുവരാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ കെട്ടിടം ഇന്ന് യാതൊരു പ്രയോജനവുമില്ലാതെ മൃഗങ്ങൾ മേയുന്ന സാഹചര്യത്തിലേക്ക് ആ കെട്ടിടവും ആ ഭൂമിയും വ്യാവസായിക വിപ്ലവത്തിന്റെ ഭാഗമായി മാറേണ്ട, വ്യാവസായിക ഇടമൊരുക്കേണ്ട ഒരു ഭൂമി ഇന്ന് അനാഥമായി കിടക്കുകയല്ലേ. കൊല്ലം, പത്തനംതിട്ട 2 ജില്ലകളെയും ബന്ധിപ്പിക്കുന്ന തരത്തിൽ കോടികളുടെ പ്രഖ്യാപനവുമായി ഒരു പാലം വരുന്നുണ്ട് എന്ന് താങ്കൾ പറഞ്ഞു. 6 വർഷങ്ങൾക്ക് മുൻപ് പകർത്തിയ ഒരു ചിത്രമുണ്ട്. കുന്നത്തൂർ MLA ശ്രീ കോവൂർ കുഞ്ഞുമോനും അടൂർ MLA ശ്രീ ചിറ്റയം ഗോപകുമാറും ചേർന്ന് നിന്നുകൊണ്ട് ഒരു കല്ലും പിടിച്ചു നിൽക്കുന്ന ചിത്രം. ചെറുകുന്നം കാഞ്ഞിരത്തിൻകടവ് പാലം യാഥാർത്ഥ്യമാക്കും എന്നുള്ള കോടികളുടെ വമ്പൻ പ്രഖ്യാപനം രണ്ടുപേരും ചേർന്ന് നടപ്പിലാക്കിയ ഒരു ചിത്രം. ആ ചിത്രം ഇന്നും മായാത്ത ചിരി പടർത്തിക്കൊണ്ട് അടൂരിലൂടെ വൈറലായിക്കൊണ്ട് സഞ്ചരിക്കുമ്പോൾ ചോദ്യം ഒന്ന് മാത്രം, എവിടെ സർ താങ്കൾ പണിത കാഞ്ഞിരങ്കടവ്? അടൂർ എന്ന സംവരണ മണ്ഡലത്തിലൂടെ നിയമസഭാ സാമാജികനായ ആളാണ് താങ്കൾ ശ്രീ ചിറ്റയം ഗോപകുമാർ. ഈ കഴിഞ്ഞ കാലങ്ങളിൽ 7200 കോടി രൂപ ഇടതുപക്ഷ ഗവൺമെന്റ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ ഉന്നമനത്തിനായിട്ടുള്ള പദ്ധതി തുക ഇല്ലാതെയാക്കിയപ്പോ, വെട്ടിക്കുറച്ചപ്പോ അതിനെതിരെ ഒരു വാക്ക് നിയമസഭയിൽ ശബ്ദിക്കുവാൻ താങ്കൾ തയ്യാറായിട്ടുണ്ടോ? അതിനെതിരെ ഒരു സബ്മിഷൻ ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഉന്നയിക്കുവാൻ താങ്കൾ നിയമസഭയിൽ തയ്യാറായിട്ടുണ്ടോ? ശ്രീ ചിറ്റയം ഗോപകുമാർ, താങ്കൾ പന്തളത്തിന് എന്ത് ചെയ്തു? പന്തളം പോലെ ഒരു ആത്മീയ കേന്ദ്രത്തിന്, പിൽഗ്രിം ടൂറിസത്തിന്
പന്തളം പിൽഗ്രിം ടൂറിസം എന്ന പദ്ധതി നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? പന്തളത്തിനൊരു KSRTC സ്റ്റേഷൻ നവീകരിക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? എവിടെ പന്തളം ബൈപ്പാസ്? എവിടെ പന്തളം ഫയർ സ്റ്റേഷൻ? എവിടെ പന്തളം റവന്യൂ കോംപ്ലക്സ്? എവിടെ പന്തളത്തെ ട്രഷറി കെട്ടിടം? എവിടെ പന്തളത്തിന്റെ ചിറമുടി ടൂറിസം? 7 വർഷങ്ങൾക്ക് മുൻപ് താങ്കൾ കല്ലിട്ട മുട്ടാർ നീർച്ചാൽ നവീകരണം എവിടെ? അടൂരിന്റെ ആരോഗ്യ മേഖലയ്ക്ക് താങ്കൾ എന്ത് ചെയ്തു? പനിക്ക് ചൂടുകൂടിയാൽ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിച്ചതാണോ താങ്കളുടെ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കുന്ന നിലപാട്? അടൂരിലെ ജനങ്ങൾ ഹോസ്പിറ്റൽ സേവനം ആവശ്യപ്പെട്ടുകൊണ്ടെത്തുമ്പോൾ അവിടെ ആംബുലൻസുകളുടെ മതിയായ സേവനങ്ങളുണ്ടോ? പുറത്തുനിന്ന് ആംബുലൻസ് വിളിക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നില്ലേ? അടൂർ ഹോസ്പിറ്റലിന്റെ 4 ആംബുലൻസുകൾ ഇന്നും കട്ടപ്പുറത്തല്ലേ? സാധാരണക്കാരൻ ഒരു പഞ്ഞി വാങ്ങാൻ പോലും പുറത്തേക്ക് പോകേണ്ട സാഹചര്യമല്ലേ? കൊട്ടിഘോഷിക്കപ്പെട്ട് താങ്കൾ ഉദ്ഘാടനം ചെയ്ത കാത്തലാബ് എവിടെ? അതിന്റെ പ്രവർത്തനം എവിടെ? സാധാരണക്കാരന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുവാൻ യാതൊരു നിലപാടുകളും സ്വീകരിക്കാത്ത അടൂരിന്റെ നിലവിലെ MLA ആയ ശ്രീ ചിറ്റയം ഗോപകുമാർ, നിങ്ങൾക്ക് കടപ്പാട് ആരോടാണ്? അടൂരിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയ്ക്ക് ശ്രീ ചിറ്റയം ഗോപകുമാർ താങ്കൾ എന്ത് ചെയ്തു? അടൂരിന്റെ സാംസ്കാരിക പൈതൃകമായി ഉയർത്തിക്കാണിക്കുവാൻ സാധിക്കുന്ന അടൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കെട്ടിടത്തിന് നിത്യചൈതന്യ യതി മുതൽ അടൂരിന്റെ പ്രതിഭാധനരായ എല്ലാവരും പഠിച്ചിട്ടുള്ള ആ കെട്ടിടത്തിന് താങ്കൾ 1 കോടി രൂപ സാംസ്കാരിക പൈതൃകം എന്നുള്ള നിലയിൽ നിലനിർത്തുവാൻ അനുവദിക്കുന്നു എന്നുള്ള പത്രപരസ്യവും കൊട്ടിഘോഷിക്കപ്പെട്ട ഉദ്ഘാടന കർമ്മങ്ങളും ഒക്കെ നടത്തുവാൻ വ്യഗ്രതപ്പെട്ട താങ്കളെ എനിക്ക് ഓർമ്മയുണ്ട്. എവിടെയാണ് ആ 1 കോടി രൂപ? തെങ്ങണം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, അവിടെ താങ്കൾ 1 കോടി രൂപയുടെ ഒരു കെട്ടിടം പണിതു. ആകെ 10 മുറികളുള്ള ഇരുനില കെട്ടിടം. അതിൽ 7 മുറികൾ പണിതത് 1 കോടി രൂപ MLA ഫണ്ട് ഉപയോഗിച്ച്. ബാക്കി 3 മുറികൾ പണിതത് പള്ളിക്കൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ 2015-20 കാലത്തെ CPIയുടെ ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചു. ഇന്ന് ആ കെട്ടിടത്തിന്റെ പല മുറികളും ടൈലുകൾ പൊട്ടി കുട്ടികൾക്ക് ഉപയോഗശൂന്യമായി മാറിയിരിക്കുന്ന സാഹചര്യമാണ്. എന്ത് ചെയ്തു നിങ്ങൾ ആ 1 കോടി രൂപ കൊണ്ട്? ആ കെട്ടിടത്തിന് വേണ്ട രീതിയിലുള്ള സാനിറ്ററി സൗകര്യങ്ങളോ ബാത്റൂം ഫെസിലിറ്റികളോ നിങ്ങൾ ഒരുക്കിയിരുന്നു? ആ കെട്ടിടത്തിന് വൈദ്യുതീകരണത്തിനായിട്ട് നിങ്ങൾ തുക വെച്ചിരുന്നു? വൈദ്യുതീകരണം നടപ്പിലാക്കിയിരുന്നു? എന്തായിരുന്നു നിങ്ങൾ 1 കോടി രൂപ കൊണ്ട് പണിത ആ 7 മുറി കെട്ടിടം? തെങ്ങമം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബാക്കി നിൽക്കുന്ന ആ കെട്ടിടം നിങ്ങൾ എന്ത് സന്ദേശമാണ് സാധാരണക്കാർക്ക് നൽകിയത്? നിങ്ങൾ ആരുടെ ഒപ്പമാണ് സഞ്ചരിച്ചത്? നിങ്ങൾക്ക് ആരോടായിരുന്നു കടപ്പാട്? നിങ്ങൾ പറഞ്ഞു വെക്കുന്നു ശ്രീ ചിറ്റയം ഗോപകുമാർ ഒപ്പം നടന്നവരെ കുറിച്ച്. CPIയുടെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ 2015-20 കാലത്തെ ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത തെങ്ങമം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്. 2010-15 കാലത്തെ നിങ്ങളുടെ CPIയുടെ ജില്ലാ പഞ്ചായത്ത് അംഗം പണിത അടൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടം 1 മാസം പോലും പ്രവർത്തിക്കുവാൻ സാധിക്കാതെ ആ കെട്ടിടം അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങി കുട്ടികൾ അങ്ങോട്ടേക്ക് കടക്കരുത് എന്നുള്ള ബോർഡ് വെച്ചുകൊണ്ട് ഇന്ന് കുട്ടികൾ പ്രവേശിക്കാതെ ആ കെട്ടിടം പൊളിച്ചു മാറ്റുവാനായിട്ടുള്ള ഗവൺമെന്റ് അനുമതിക്ക് വേണ്ടി കാത്തുകിടക്കുകയാണ്. അഴിമതിയുടെ കൂടെ നടന്ന ഒപ്പം നടന്നവരെ കുറിച്ചാണോ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്? പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അടൂരിന്റെ പള്ളിക്കൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷന്റെ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം, 2005-10 കാലത്തുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം, മുൻ CPIയുടെ ജില്ലാ സെക്രട്ടറി, ഏറ്റവും കോടികളുടെ അഴിമതികൾ കാണിച്ച് പുറത്താക്കിയാൽ. അപ്പോൾ CPIയുടെ പള്ളിക്കൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും CPIയുടെ അടൂര് MLAയും ചേർന്ന് നടത്തിയ ഒപ്പം നടത്തിയ അഴിമതിയെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? അവരാണോ നിങ്ങളുടെ ഒപ്പം നടന്നവർ? ഈ നാടിന്റെ അഴിമതിക്കായിട്ട്, ഈ നാടിന്റെ വികസന മുരടിപ്പിനായിട്ട് മാത്രം സഞ്ചരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ യവനിക മാത്രം സമ്മാനിച്ച CPIയുടെ ജില്ലാ നേതൃത്വത്തിന്, CPIയുടെ അടൂര ലോബിക്ക് കൃത്യമായ മറുപടി പറഞ്ഞുകൊണ്ട് ഈ ഇലക്ഷൻ, ഈ തെരഞ്ഞെടുപ്പ് ജനാധിപത്യപരമായി വികസനത്തിന് വേണ്ടി, അഴിമതിക്ക് വിരുദ്ധതയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ അടൂരിലെ പ്രിയപ്പെട്ടവരും വോട്ട് രേഖപ്പെടുത്തണമെന്നും വലിയ ഭൂരിപക്ഷത്തോടുകൂടി നമ്മുടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി, ജനപ്രിയനായ സ്ഥാനാർത്ഥി, അഴിമതിയുടെ കറപുരളാത്ത കൈകളുള്ള സ്ഥാനാർത്ഥി, കഴിഞ്ഞ 25 വർഷക്കാലത്തെ ഈ നാടിന്റെ പത്തനംതിട്ടയിലെ ജനപ്രതിനിധിയായി പ്രവർത്തിച്ച അഡ്വക്കേറ്റ് CV ശാന്തകുമാറിന് കൈയടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടുകൂടി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനിയും തുടരും.